എന്നാലും അപ്പച്ചന് ഈ വയസ്സുകാലത്ത് ഇത്ര ചീപ്പായിട്ട് അടി വെച്ചെന്നാലുണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യുന്നെന്ന് നിങ്ങൾക്ക് പറയണേ. അതൊരു മകന് അപ്പനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അപ്പച്ച? റോയ്, ഇപ്പൊ തന്നെ എനിക്ക് അരവട്ട, എന്നെ മുഴുവട്ടാക്കരുത്. ഏതായാലും കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. പശ്ചാത്തപിക്ക്? അപ്പൊ ഞാൻ തെറ്റ് ചെയ്തെന്നാണോ നീ വീണ്ടും പറഞ്ഞു വരണേ? സമ്മതിച്ചു, അപ്പച്ചൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുമില്ല. വേഗം റെഡിയാവും, നോക്ക്, നമുക്ക് കടയിലോട്ട് പോവാം. ഞാനില്ല, എന്റെ മനസ്സിന് തീരെ സുഖമില്ല. ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ കടയിലേക്കില്ല. അപ്പച്ചൻ നമ്മുടെ ബിസിനസ് ഒക്കെയാണ് പൊളിയട്ടെ. മനുഷ്യന് വേണ്ടത് സമാധാനവും സുഖ. നീ പോയിക്കോ. ഇല്ല, അത് ശരിയാവില്ല. അപ്പച്ചൻ കൂടെ വന്നേ പറ്റൂ. റെഡിയായി വന്നേ. വരാനാ പറഞ്ഞത്, വരാനാ പറഞ്ഞത്, വരാനാ പറഞ്ഞത്. വരാൻ പറഞ്ഞാ വരണം. നിനക്കറിയോ ഞാൻ അനുഭവിക്കുന്ന വേദന? പാവം അന്നക്കുട്ടി എത്ര കൊല്ലായിട്ട് നിൽക്കുന്നു അവളിവിടെ. അവളിവിടുന്ന് പറഞ്ഞു വരേണ്ട വല്ല കാര്യമുണ്ടോ? മുണ്ടും ചട്ടയിട്ട് നടക്കുന്ന നിന്റെ അമ്മ എന്ന് പറയുന്ന ആ മാലാക പിശാചിന് ഒരനാഥ പെണ്ണിനെയാ അവള് നോവിച്ചു വിട്ടിരിക്കുന്നത്. നീ പോയി വിളിച്ചിട്ട് വരുമോ? ഇപ്പൊ എങ്ങനെയുണ്ടാ പോയി? അപ്പച്ചന് വേണ്ടി വാദിക്കാൻ നീ എന്റെ അടുത്ത് വന്നല്ലേ? ഇപ്പൊ ഞാൻ അവളെ പറഞ്ഞു വിട്ടതായി പോയി തെറ്റ്. അരിയും തിന്ന് ആചാരിച്ച കടിച്ചതും പോരെ, എന്നിട്ട് നായ്ക്ക് അമറുപുറപ്പെന്ന് പറഞ്ഞ പോലെയായി. ക്ഷമിക്കും തോറും തലേ കയറുന്നു അല്ലേ? നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. ഓ, വേണ്ടെങ്കി വേണ്ട, ആകാശോടിഞ്ഞു വീഴത്തൊന്നുമില്ലല്ലോ. എന്താ അമ്മച്ചി ഇത്? ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാ അമ്മച്ചി വന്ന്. നീ പോടാ അവിടുന്ന്. മേലാൽ അങ്ങയുടെ വക്കാലത്തും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, പറഞ്ഞേക്കാം. ശരി, ഞാൻ ചോദിച്ചതിന് സമാനം പറ. ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ ഹോസ്റ്റലിലേക്ക് താമസം മാറ്റാനുള്ള കാരണം എന്താണെന്ന് പറ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കള്ളം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ പിന്നെ കരച്ചിലിന്റെ അർത്ഥം? ഞാൻ കരഞ്ഞൊന്നുമില്ല, എന്റെ കണ്ണി പൊടി വീണതാ. ഷേളി, ഞങ്ങളോടൊന്നും വിളിക്കണ്ട. ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഇവിടെ എന്താ ഉണ്ടായത്? പറ. വേണ്ട ഇച്ചയ, അപ്പച്ചനും അമ്മച്ചും തമ്മിലുള്ള പ്രശ്നം കാരണം ഈ വീട് ആകെ തകർന്നിരിക്കുക. ഇനി ചേട്ടനും അനിയനും കൂടി വഴക്കിട്ട വേണ്ട. റോയ് ഞാനും തമ്മില. റോയിക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഷേളി എന്തായി പറയുന്നേ? ഇച്ചയ, ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. റോയി എന്നോട് അപമര്യാദയെ പെരുമാറിയ വിവരം ഒരു കാരണവശാലും അപ്പച്ചനും അമ്മച്ചി അറിയാനിട വരരുത്. മാത്രമല്ല, ഈ പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ ചേട്ടനും അനിയനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ഇടവരരുത്. ഇനി ഞാനിവിടെ നിന്ന് ശരിയാവില്ല. ഞാൻ പോട്ടെ ഇച്ചായ. ഷേളി, ഈ പ്രശ്നത്തിന്റെ പേരിൽ ഷേളി ഇവിടുന്ന് താമസം മാറിയാൽ അതിന്റെ മാനക്കേട് ഈ കുടുംബത്തിന്. അവൻ ചെയ്ത തെറ്റിന് ഷേളിയോട് ഞാൻ മാപ്പ് ചോദിക്കാം. എന്താ ഇച്ചായ ഇതൊക്കെ? ഷേളി ഇനി ഒന്നും പറയണ്ട. ഞാൻ എന്ത് ചെയ്തെന്ന ഇച്ചായി പറയുന്നേ? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഷേളി ഇക്കാരണവും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരുന്നെങ്കിൽ എന്ത് നാണക്കേടായനെ. പ്രായമായ ഒരു പെണ്ണിന്റെ മുറിയിൽ കുടിച്ച് ലക്കില്ലാണ്ട് കയറി ചെല്ലുക, എന്നിട്ട് അവളോട് അപമര്യാദയായി പെരുമാറുക. മദ്യപിച്ചതും അപമര്യാദയായി പെരുമാറിയതൊക്കെ ഇച്ചായനായിരിക്കും, ഞാനല്ല. അതെ, ഭാര്യയുടെ അനിയത്തിയെ കൂടെ സ്വന്തമാക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ. എന്നെ ഇതിനൊന്നും വലിച്ചടക്കണ്ട. എന്തു എന്നാലും റോയി നിന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അടുക്കുമ്പോഴല്ലേ പലരുടെയും തനിസ്വഭാവം നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം സംഭവിച്ചു. എന്ത്? ടെക്സ്റ്റൈൽസിന്റെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് അപ്പച്ചനെ ഒഴിവാക്കാനാ മക്കളുടെ ഗൂഢാലോചന. അപ്പച്ചൻ ഭയങ്കര വാശിയില്ല അമ്മച്ചി. അന്നക്കുട്ടിയെ തിരികെ വിളിച്ചുകൊണ്ട് വരാതെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നാ പറയുന്നത്. അതിനെ എന്റെ ശവം മറികടന്ന് അവളെ പടിക്കകത്ത് കയറും. ഷൂന്നൊന്നും പറയണ്ട. ഷേർലി മോക്ക്, നീ അയച്ച കത്ത് കിട്ടി.
ഇഞ്ചക്കാട്ടുകാരോട് പ്രതികാരം ചെയ്യാനായി നീ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതിനോട് കൊച്ചാപ്പന് യാതൊരു യോജിപ്പുമില്ല. കാര്യങ്ങൾ ആദ്യമേ അറിഞ്ഞപ്പോ ഇതിലും കടന്ന കൈയൊക്കെ ഞാനും ആലോചിച്ചതാണ്. പക്ഷെ എല്ലാം വിധിയെന്നോർത്ത് ഞാൻ സമാധാനിക്കുന്നു. ആ കുടുംബം താറുമാറാക്കിയതിൽ വിജയിച്ചുവെന്ന് നീ സന്തോഷിക്കുന്നു. പക്ഷെ ഈ വിജയം പോലും വരാൻ പോകുന്ന പല ദുരിതങ്ങളുടെ മുന്നോടിയല്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കത്ത് നീട്ടുന്നില്ല. സസ്നേഹം, ഡേവിഡ് കൊച്ചാപ്പൻ. റോയി ഇത് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം മുറി വന്ന് നോക്കിയെന്നറിയാമോ? എന്താ കാര്യം ഷെർലി? എന്റെ വിഷമം ഞാൻ ആരോട് പറയാൻ? ഇച്ചായൻ റോയിയെ വഴക്ക് പറഞ്ഞ വിവരം ഞാൻ അറിഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഷെർലി എന്നെ കുറിച്ച് ഇച്ചായനോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇച്ചായൻ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറാൻ കാരണം? പറയാം. എന്നെ ഒരു ഗൂഢാലോചനയാണ് റോയ്. ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ റോയുമായി വഴക്കുണ്ടാക്കുക, അഭിപ്രായ വ്യത്യാസം വളർത്തിയെടുത്ത് ടെക്സ്റ്റൈൽസിന്റെ പാർട്ണർഷിപ്പിൽ നിന്ന് റോയെ ഒഴിവാക്കുക, ഇതാണ് ഇച്ചായന്റെ പ്ലാൻ. അതിനുവേണ്ടി എന്നെ ബലിയാടാക്കിയതാണ് റോയ്. ഷെർലി കോളേജിലെ നാടകങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല. അഭിനയിക്കണം. ഏറ്റവും നല്ല നടിക്കുള്ള സമ്മാനം കിട്ടും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഷെർലി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളെ കുറിച്ച് ഒരു ഏകദേശ രൂപം എനിക്കറിയാം. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം മാത്രമാണ് ഇനി എനിക്കറിയേണ്ടത്. അയ്യോ, റോയ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? വേണ്ട, വാക്കുകൾ കൊണ്ടുള്ള എക്സർസൈസ് നടത്തി ഇനിയും സമയം വെറുതെ കളയണമെന്നില്ല. ഇതാ, ഇനി പറ, തന്നോട് എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? തന്റെ സാരിസത്തിന് ഇരകളായി ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം? ഇത് സാരിസ് അല്ല റോയ്. അച്ഛനെ കൊന്നയാളുടെ കുടുംബത്തോടുള്ള എന്റെ പകയാണ്. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോഴപ്പോഴായി ഓരോന്നും അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ചുങ്കത്തറക്കാരുടെ മാസ്റ്റർ പ്ലാൻ എന്ന നിലയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട് ചാക്കോച്ച. പകയും വൈരാഗ്യവും വിദ്വേഷവും കൂടിക്കൂടി ബന്ധങ്ങൾ തകർക്കുന്ന അവസ്ഥ വരെ നിങ്ങൾ കൊണ്ടെത്തിച്ചു. മതി, നമുക്ക് ഈ മത്സരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതിനെനിക്ക് സമ്മതമല്ലെങ്കിൽ? എങ്കിൽ നഷ്ടപ്പെടാൻ ഇരുകൂട്ടർക്കും ഒരുപാടുണ്ടാവും. പഴയ കഥകളൊന്നും മറന്നിട്ടില്ലല്ലോ? മറന്നിട്ടില്ല, മറക്കില്ല. വേണ്ട ചാക്കോച്ച, ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ചുങ്കത്തറക്കാരെക്കാൾ ഒരു പടി മുന്നിലാണ് ഇഞ്ചക്കാട്ടുകാര്. അത് ഞങ്ങളുടെ മെടുക്കല്ല, കർത്താവിന്റെ അനുഗ്രഹമാണ്. കൊണ്ടുപോയി കൂടെ തള്ളടാ. Oh!